السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, വിശിഷ്യ മഹാനായ റഈസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ സാദാത്യങ്ങൾ, മശായിഖുമാർ, പലപ്പോഴായി പല വിഷയങ്ങളിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അവന്റെ അഫുവും മഗ്ഫിറത്തും ഫളലും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും ഖൈറായ രീതിയിൽ ഹാസിലാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ 1-2 ക്ലാസുകളിൽ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിവരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ പല ആളുകൾക്കും പല നിലക്കുമുള്ള അനുഗ്രഹങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ അളവിലും തോതിലുമെല്ലാം ഇനങ്ങളിലുമെല്ലാം വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർസഖിയായ ലോകത്തും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെ ബർസഖിയായ ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് മരണാനന്തരം സാധാരണ ആളുകളുടെ ശരീരം നശിച്ചു പോകുന്നത് പോലെ നശിച്ചു പോകാതെ അവരുടെ ശരീരങ്ങളെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. ദുനിയാവിൽ വ്യത്യസ്തമായ പല അനുഗ്രഹങ്ങളെ കൊണ്ടും അല്ലാഹു തആല അനുഗ്രഹിക്കുന്നത് പോലെ അവന്റെ മുഅ്മിനീങ്ങളെ ബർസഖിയായ ലോകത്തും പലതരത്തിലുമുള്ള അനുഗ്രഹങ്ങളെ കൊണ്ടും അല്ലാഹു തആല അനുഗ്രഹിക്കും. കൂട്ടത്തിലൊരു അനുഗ്രഹമാണ് ചില പ്രത്യേക അടിമകൾക്ക്, പ്രത്യേക മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരം നശിക്കാതെ ഹയാത്തോടുകൂടി തന്നെ പൂർണ്ണമായ സംരക്ഷണം അല്ലാഹു തആല ഖബറിൽ നൽകും. കഴിഞ്ഞ 1-2 ക്ലാസുകളിലായിക്കൊണ്ട് അതിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. 5 വിഭാഗം ആളുകൾക്കാണ് ഖബറിൽ ശരീരം സംരക്ഷിക്കപ്പെടുക എന്ന അനുഗ്രഹം അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അവരാരൊക്കെയാണെന്നും അതിന്റെ തെളിവുകളും വ്യത്യസ്ത സംഭവങ്ങളൊക്കെ പല ക്ലാസുകളിലായിക്കൊണ്ട് വിവരിച്ചു. പ്രസ്തുത വിഷയത്തെ മനസ്സിലാക്കുവാൻ ഏതാനും സംഭവങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. സാലിഹീങ്ങളുടെയും ശുഹദാഇന്റെയും ശരീരം അല്ലാഹു തആല ഖബറിൽ സംരക്ഷിക്കുമെന്നതിന്റെ തെളിവാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാലിഹീങ്ങളുടെ ശരീരം അല്ലാഹു തആല ഖബറിൽ സംരക്ഷിക്കും, അതിനെ നശിപ്പിക്കുകയില്ല. ഇതേ രൂപത്തിൽ ശുഹദാഇന്റെ ശരീരവും അല്ലാഹു തആല ഖബറിൽ നശിപ്പിക്കുകയില്ല, അതിനെയും അല്ലാഹു തആല സംരക്ഷിക്കും. ഇതിന്റെ വ്യക്തമായ ഒരു തെളിവ്, ഒരു ഉദാഹരണമാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുക. 3 തവണ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം എന്നവരുടെ മയ്യിത്ത്, പുണ്യമാക്കപ്പെട്ട ശരീരം പല സ്ഥലങ്ങളിലേക്കായിക്കൊണ്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 3 സമയങ്ങളിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പുണ്യശരീരം നീക്കം ചെയ്തപ്പോഴൊക്കെ യാതൊരു കേടും കൂടാത്ത അവസ്ഥയിൽ, ഒരു തകരാറും സംഭവിക്കാത്ത അവസ്ഥയിൽ എത്തിക്കപ്പെട്ടു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാനാണ്.
ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം മറവ് ചെയ്തു. യുദ്ധം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മറവ് ചെയ്തു 6 മാസത്തിന് ശേഷം. ഇങ്ങനെ 6 മാസത്തിന് ശേഷം മാറ്റി മറവ് ചെയ്തപ്പോൾ യാതൊരു തകരാറും കൂടാത്ത അവസ്ഥയിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ എത്തിക്കപ്പെട്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധം കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ മാന്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്തത്. 40 വർഷങ്ങൾക്ക് ശേഷം ഖബർ മാന്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്തപ്പോഴും യാതൊരു തകരാറും കൂടാത്ത രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യ ശരീരത്തെ എത്തിക്കപ്പെട്ടത്. 3ാം തവണ ഉഹദ് യുദ്ധം കഴിഞ്ഞ് 46 വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവരെ 3ാമത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്തത്. ഈ സമയത്തും ബഹുമാനപ്പെട്ടവരുടെ പുണ്യ മയ്യത്തിന് യാതൊരു തകരാറും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കപ്പെട്ടു എന്നും 3ാമത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി മറവ് ചെയ്തു എന്നും ചരിത്രത്തിലെ കിതാബുകൾ നോക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത സഹീഹായ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഭവം നമുക്ക് അല്പം വിശദമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവരുടെ ഫതുഹുൽ ബാരിയിൽ ഉഹദ് യുദ്ധത്തിനു ശേഷം യുദ്ധത്തിൽ ഷഹീദായ മഹാന്മാരെ മറവ് ചെയ്ത രീതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വറവ അസ്ഹാബു സുനൻ അൻ ഹിശാം ബിൻ ആമിർ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ജാഅത്തിൽ അൻസാറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളാകുന്ന സഹാബിമാർ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാലു എന്നിട്ട് ഈ അൻസാരികളായ സഹാബിമാർ അവർക്കുള്ള ബുദ്ധിമുട്ട് നബി തങ്ങൾ അറിയിക്കുകയാണ്. അവർ നബി തങ്ങളോട് പറഞ്ഞു, അസാബന ഖറുഹുൻ വജഹദ്, നബി തങ്ങളെ ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായിക്കൊണ്ട് ശരീരത്തിലൊക്കെ പല മുറിവുകളും പറ്റിയിട്ടുണ്ട്, നല്ല ക്ഷീണവുമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരെയും പ്രത്യേകം ഖബറുകൾ കുഴിച്ച് മറവ് ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാണ് മഹാന്മാരാകുന്ന അൻസാരികളാകുന്ന സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചത്. ഇത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇഹ്ഫറു വഔസിഉ, നിങ്ങൾ വിശാലമായ ഒരു കുഴി കുഴിച്ചുകൊള്ളുക, ഒരു ഖബർ നിങ്ങൾ കുഴിച്ചുകൊള്ളുക. എന്നിട്ടോ വജ്അലു അർറജുലൈനി വസ്സലാസ ഫിൽ ഖബർ, ഈ 2 ആളുകളെയും 3 ആളുകളെയും വീതം ഒരു ഖബറിൽ നിങ്ങൾ മറവ് ചെയ്തോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളാകുന്ന സഹാബിമാരുടെ ബുദ്ധിമുട്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ടവർ സഹാബിമാരോട് ഇപ്രകാരം പറഞ്ഞു. ഇതനുസരിച്ച് പല സഹാബിമാരെയും പല ശുഹദാക്കളെയും ഒറ്റ ഖബറിലായിക്കൊണ്ട് മഹാന്മാരാകുന്ന സഹാബിമാർ മറവ് ചെയ്തു. കൂട്ടത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു സഹാബിയുടെ കൂട്ടത്തിലായിക്കൊണ്ടാണ് മറവ് ചെയ്തത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയും ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ അവരുടെ സുഹൃത്തായിരുന്ന അംർ ഇബ്നുൽ ജമൂഹ് എന്നവരുടെ കൂടെ ഒറ്റ ഖബറിലായിക്കൊണ്ട് മറവ് ചെയ്തു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച്, യുദ്ധത്തിനു മുമ്പായിക്കൊണ്ട് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം വാഖിദിയിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു റഅ മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു വകാന മിമ്മൻ ഇസ്തശ്ഹദ ബിബദർ. ബദർ യുദ്ധത്തിൽ ഷഹീദായ മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. യഖൂലു ലഹു,
എന്നിട്ട് ബദരീങ്ങളിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ ഷഹീദായ മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, അന്ത ഖാദിമുൻ അലൈനാ ഫി ഹാദിഹിൽ അയ്യാം, തൊട്ടടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോ ഫഖസ്സഹ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കണ്ട സ്വപ്നം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞു. സ്വപ്നത്തെക്കുറിച്ച് നബി തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഹാദിഹി അശ്ശഹാദ, ഇത് നിങ്ങൾ ഷഹീദാകും എന്നതിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്, ഒരു സൂചനയാണ് എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഷഹീദായ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ഹീന ഉസീബ അബ്ദുല്ലാഹിബിൻ അംർ വ അംർ ബിൻ അൽ ജമൂഹ്, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവും വഫാത്തായ സമയത്ത്, ഷഹീദായ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇജ്മഉ ബൈനഹുമാ, ഈ രണ്ടുപേരെയും ഒന്നിച്ച് ഒരു ഖബറിൽ നിങ്ങൾ മറവ് ചെയ്യണം. ഫഇന്നഹുമാ കാന മുതസാദിഖൈനി ഫി ദുനിയ, കാരണം ഈ രണ്ടാളുകളും ദുനിയാവിൽ കൂട്ടുകാരായിരുന്നു. ഈ രണ്ടാളുകളും ദുനിയാവിൽ വലിയ കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് ഖബറിലും അവർ കൂട്ടുകാരായിക്കൊണ്ട് കഴിയട്ടെ. ഈ രണ്ട് സഹാബിമാരെയും ഒന്നിച്ച് നിങ്ങൾ മറവ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും, അങ്ങനെ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിനെ അഥവാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പായെയും അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും ഒറ്റ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം അൻസാരികളായ സഹാബിമാരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സഹാബിമാർ മറവ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രണ്ട് സഹാബിമാരെ കുറിച്ച് നാം അല്പം മനസ്സിലാക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയും വലിയ കൂട്ടുകാരായിരുന്നു. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് സഹാബിമാരെയും ഒന്നിച്ച് മറവ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ബഹുമാനപ്പെട്ട അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു 60 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹായും മകൻ മുആദ് റളിയല്ലാഹു അൻഹുവും മുസ്ലിമായിരുന്നു. പക്ഷേ ഭാര്യയും മകനും മുസ്ലിമായ വിവരം ബഹുമാനപ്പെട്ട അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ഒരു സമയത്ത് ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ അംർ ബിൻ അൽ ജമൂഹിനോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് പറയുകയും മകൻ മുആദ് റളിയല്ലാഹു അൻഹു ഫാത്തിഹ സൂറത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. മനഃപ്പാഠമാക്കി വെച്ച ഫാത്തിഹ സൂറത്ത് പിതാവ് അംർ ബിൻ അൽ ജമൂഹിന് ഓതി കേൾപ്പിക്കുകയും ചെയ്തു. അറബ് ഭാഷയെക്കുറിച്ച് നല്ല വിവരമുള്ള, അറബ് സാഹിത്യത്തിൽ വലിയ പാണ്ഡിത്യവും വിവരവുമുള്ള മഹാനായ അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മകൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം കേട്ടപ്പോ അതിൽ ആകൃഷ്ടരായി, അതിൽ ലയിച്ചുപോയി. ഇത് കണ്ടപ്പോ ഭാര്യയും മകനും പിതാവിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ മുസ്ലിമാകണമെന്ന്. മുസ്ലിമാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മഹാനായ അംർ ബിൻ അൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അന്ന് അറബി പ്രമുഖന്മാരുടെ സ്വഭാവമായിരുന്നു, പതിവായിരുന്നു, അവർക്ക് ഒരു വീട്ടുദൈവമുണ്ടാകും. വീട്ടിൽ മനോഹരമായി സൂക്ഷിക്കുന്ന, പൂജിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ഒരു ബിംബം പ്രധാനികളായ ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബിംബം മരം കൊണ്ടുണ്ടാക്കപ്പെട്ട മനാത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ബിംബമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഫാത്തിഹ സൂറത്ത് ഓതി കേൾപ്പിച്ചു. ഫാത്തിഹ സൂറത്തിൽ ആകൃഷ്ടനായി. ഇത് കണ്ടപ്പോ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹായും മകൻ മുആദ് റളിയല്ലാഹു അൻഹുവും അംർ ബിൻ ജമൂഹിനോട് ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വേണ്ടി, മുസ്ലിമാകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ
ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ദൈവം, എന്റെ വീട്ടുദൈവമാകുന്ന, എന്റെ കുലദൈവമാകുന്ന മനാത്തയോട് അന്വേഷിക്കട്ടെ. മനാത്തയുടെ താല്പര്യപ്രകാരം മാത്രമേ ഞാൻ തീരുമാനമെടുക്കൂ എന്ന് മകനോടും ഭാര്യയോടും പറഞ്ഞു. അങ്ങനെ പതിവനുസരിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന ആ ബിംബത്തെ കുളിപ്പിച്ച് നല്ല സുഗന്ധം തേച്ചു കൊടുത്ത് പൂജിച്ച് അതിനുശേഷം തന്റെ ആവശ്യങ്ങളെ ആ ബിംബത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഇത് അവരുടെ പതിവായിരുന്നു. ഈ പതിവ് രീതി അനുസരിച്ച് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ സൂക്ഷിക്കുന്ന മനാത്ത എന്ന ബിംബത്തെ കഴുകി വൃത്തിയാക്കി നല്ല അത്തറുകളൊക്കെ തേച്ചുകൊടുത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം മനാത്തയോട് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകനോടും ഭാര്യയോടും പറഞ്ഞു, എന്റെ ഈ ദൈവം, എന്റെ ഈ ഇലാഹ്, ഈ മനാത്തയുടെ തീരുമാനപ്രകാരം മാത്രമേ ഞാൻ മുസ്ലിമാകൂ എന്ന്. ഇത് കണ്ടപ്പോ മകൻ മുആദ് റളിയല്ലാഹു അൻഹു മുമ്പേ മുസ്ലിമായവരാണല്ലോ, തന്റെ പിതാവ് ജീവനില്ലാത്ത, സഹായിക്കാൻ സാധിക്കാത്ത, പൂർണ്ണമായി നിർജീവ വസ്തുവാകുന്ന ഈ മരം കൊണ്ടുണ്ടാക്കപ്പെട്ട മനാത്ത എന്ന് പേര് നൽകപ്പെട്ട ഈ ബിംബത്തെ ഇലാഹായി കണക്കാക്കി പൂജിച്ച് വന്ദിച്ചുകൊണ്ട് ആവശ്യങ്ങളെ തേടുന്ന ഈ അവസ്ഥ ഉപ്പയിൽ കണ്ടപ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പാക്ക് വന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി കഴിഞ്ഞു. അന്ന് രാത്രി ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഉപ്പ പൂജിച്ചുകൊണ്ട് അത്രയൊക്കെ തേച്ചു കൊടുത്തുകൊണ്ട് തന്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനാത്ത എന്ന ദൈവത്തെ, ഈ ഇലാഹിനെ, ഈ ബിംബത്തെ ഉപ്പ സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് പോയി എടുക്കുകയും തങ്ങളുടെ കുടുംബക്കാർ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഴിയിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ ഈ ദൈവത്തെ വലിച്ചെറിയുകയും ചെയ്തു രാത്രി സമയത്ത്. പിറ്റേ ദിവസം രാവിലെ സമയത്ത് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബിംബത്തെ സൂക്ഷിച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ബിംബത്തെ കാണുന്നില്ല. ആ സമയത്ത് തന്റെ ബിംബം എവിടെ പോയി എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു, തെരഞ്ഞു. അവസാനം കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നത് കണ്ടു. തന്റെ ബിംബം കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നത് കണ്ടപ്പോ വലിയ സങ്കടത്തോടെയാണെങ്കിലും ബിംബത്തെ എടുത്തു കൊണ്ടുവന്ന് അതിന്റെ ആ ബിംബത്തിൽ പറ്റിയ അഴുക്കുകളെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല അത്തറ് തേച്ചു കൊടുത്ത് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പൂർവ്വസ്ഥാനത്ത് അതിനെ സ്ഥാപിച്ചു. അന്ന് രാത്രിയും മകൻ മുആദ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ ഈ മനാത്ത എന്ന പേരിലുള്ള ബിംബത്തെടുത്തുകൊണ്ട് അവരുടെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. പിറ്റേന്ന് രാവിലെ വീണ്ടും ഉപ്പ കുപ്പത്തൊട്ടിയിൽ പോയി ബിംബത്തെ കൊണ്ടുവന്നു, കഴുകി വൃത്തിയാക്കി അത്തറ് തേച്ചു കൊടുത്തു, പഴയ സ്ഥാനത്ത് തന്നെ സ്ഥാപിച്ചു. ഇങ്ങനെ 2-3 തവണ ആവർത്തിക്കപ്പെട്ടു. അവസാനം അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം പിടിച്ചു. ഒരു ദിവസം രാവിലെ സമയത്ത് കുപ്പത്തൊട്ടിയിൽ നിന്ന് തന്റെ ഇലാഹാകുന്ന, തന്റെ ദൈവമാകുന്ന മനാത്ത എന്ന ഈ മരക്കഷ്ണത്തെ എടുത്തുകൊണ്ടുവന്നിട്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞു, പല ദിവസങ്ങളായി നിന്നിൽ ഏതോ അക്രമികൾ ഈ രൂപത്തിൽ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ സാധിക്കൂല. നിനക്ക് വേണമെങ്കിൽ നിന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ വകവരുത്താൻ വേണ്ടി ഞാൻ ഒരു വാള് തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കൊണ്ടു നടക്കാറുള്ള ആ മൂർച്ചയേറിയ വാളെടുത്തുകൊണ്ട് ബിംബത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി. ബിംബത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി നിന്നെ ആക്രമിക്കാൻ വേണ്ടി അക്രമികൾ വരുമ്പോ ഈ വാളുപയോഗിച്ചുകൊണ്ട് നീ അവരെ തുരത്തണം, നീ അവരെ ഓടിക്കണം എന്ന് ബിംബത്തിന് നിർദ്ദേശം കൊടുക്കുകയും ബിംബത്തിന്റെ കഴുത്തിൽ വാള് കെട്ടിത്തൂക്കുകയും ചെയ്തു. ഇത് കണ്ട മകൻ മുആദ് റളിയല്ലാഹു അൻഹു അന്ന് രാത്രി ബിംബത്തെ പതിവ് പോലെ എടുക്കുകയും ബിംബത്തിന്റെ കഴുത്തിൽ നിന്ന് വാള് അഴിച്ചു മാറ്റി ഒരു ചത്തുകിടക്കുന്ന നായയുടെ കഴുത്തിൽ
ബിംബത്തെ കെട്ടുകയും എന്നിട്ട് വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുന്ന ഒരു കിണറിൽ കൊണ്ടുപോയി ചത്ത നായയുടെ കഴുത്തിൽ ബിംബത്തെ കെട്ടിക്കൊണ്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ടു. ആ വാളും അതേ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. പിറ്റന്ന രാവിലെ സമയത്ത് നോക്കുമ്പോൾ ബിംബത്തെ കാണുന്നില്ല. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടുകൂടി ബിംബത്തെ അന്വേഷിച്ചു. എല്ലാവരും എല്ലാവിധ വേസ്റ്റുകളും ഒഴിവാക്കുന്ന ആ കിണറിൽ തന്റെ ബിംബം കിടക്കുന്നുണ്ട്. തന്റെ ബിംബം കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് വലിയ സങ്കടം തോന്നി. കാരണം ചീഞ്ഞു നാറുന്ന ഒരു ചത്തു കിടക്കുന്ന ഒരു നായയുടെ കഴുത്തിലാണ് തന്റെ ബിംബത്തെ കെട്ടിയിട്ടുള്ളത്. ബിംബത്തിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ തുരത്താൻ വേണ്ടി താൻ നൽകിയ വാളാണെങ്കിലോ വാള് ആ കിണറിന്റെ മറ്റൊരു ഭാഗത്തും കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടുകൂടി സങ്കടത്തോടുകൂടി കിണറിൽ ഇറങ്ങി ബിംബത്തെ എടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തന്റെ ബിംബത്തിന് സ്വന്തത്തെ സംരക്ഷിക്കുവാനോ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ള ആ ഈമാനിന്റെ വെളിച്ചം ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെത്തിയിരുന്നു. തന്റെ ബിംബത്തെ എടുത്ത് ഇങ്ങനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പാടി, തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബുൻ ഫീ വസ്തിബീരി. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മകൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തോടുകൂടി ഈമാനിന്റെ പ്രകാശം കയറിയിരുന്നു. തല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബുൻ ഫീ വസ്തിബീരി. മനാത്തെ, ബിംബമേ, നിന്നെ ഞാൻ ഒരുപാട് ദിവസം പൂജിച്ച് ബഹുമാനിച്ച് അത്തറുകൾ തേച്ച് നിന്നെ സംരക്ഷിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് പോലെ നീ ആരാധിക്കപ്പെടാവുന്ന വസ്തുവായിരുന്നെങ്കിൽ നീയും ഈ നായയും കൂടി ഈ കിണറിൽ ഒരിക്കലും അകപ്പെടുകയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ ഇലാഹല്ല. നീ സ്വയം സംരക്ഷിക്കുവാനോ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനോ പറ്റാത്ത സാധിക്കാത്ത ഒരു നിർജീവ വസ്തുവാകുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ബിംബത്തെ വലിച്ചെറിയുകയും ഭാര്യയുടെയും മകന്റെയും സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് മുസ്ലിമാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കാലിൽ മുടന്തുള്ളവരായിരുന്നു. ആ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ കാലിൽ മുടന്തുണ്ട് എന്ന കാരണത്താൽ മക്കൾ മഹാനായ സഹാബിയെ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. മക്കളുടെ സമ്മർദ്ദത്താൽ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു. ശേഷം ഉഹദ് യുദ്ധം വന്നപ്പോ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സങ്കടം പറഞ്ഞു, എനിക്ക് ബദ്ർ യുദ്ധം കഴിഞ്ഞു, എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ബദ്രിൽ പങ്കെടുത്തു, അവരൊക്കെ ഷഹീദായി. ഇതാ ഉഹദ് വന്നിരിക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുവാനും ഷഹീദാകുവാനും എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ മുടന്തനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ എന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതി, വിഷമം മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ അംർ ഇബ്നുൽ ജമൂഹിനോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ർ നൽകിയിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തെ തൊട്ട് മാറി നിൽക്കുന്നെങ്കിൽ ഒരിക്കലും അള്ളാഹു നിങ്ങളെ ചോദിക്കുകയില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും ഷഹീദാകുമ്പോൾ എനിക്കും ഷഹീദാകണ്ടേ. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തടസ്സം നിൽക്കുന്ന മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാ അലൈക്കും അൻ തംനഉഹു, യുദ്ധത്തെ തൊട്ട് വിലങ്ങാൻ നിങ്ങൾക്ക് അവകാശമില്ല. ലഅല്ലല്ലാഹു യർസുഖുഹു ഷഹാദത്ത്, അല്ലാഹു തആല അവർക്ക് ഷഹാദത്ത് നൽകാൻ മതി. ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. അല്ലാഹു തആലക്ക് ഷഹാദത്ത് നൽകാൻ മതി. അതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കലിന് തടസ്സം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലേക്ക് പോകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷകരായിക്കൊണ്ട് നബി തങ്ങൾക്കെതിരെ വരുന്ന അമ്പുകളെയും വെട്ടുകളെയും മുഴുവൻ തടുത്തുകൊണ്ട് മുടന്തനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും അവസാനം ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദാകുന്നതും. ഈ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും
ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാകുന്ന അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെയുമാണ് ഒറ്റ ഖബറിലായിക്കൊണ്ട് മറവ് ചെയ്യുന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തെങ്കിലും ഉഹദ് യുദ്ധത്തിൽ വെച്ചുകൊണ്ടാണ് മഹാനായ ഈ സഹാബി ഷഹീദാകുന്നത്. സുഫിയാൻ ഇബ്നു അബ്ദു ഷംസ് എന്ന ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ടായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ബഹുമാനപ്പെട്ടവർ, ഉഹദ് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് മകൻ ജാബിർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു വസിയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. 1351 നമ്പർ ഹദീസ്. حدثنا مسدد أخبرنا بشر بن المفضل حدثنا حسين المعلم عن عطاء عن جابر رضي الله عنهم قال ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ ഹളറ ഉഹദുൻ, ഉഹദ് യുദ്ധത്തിന്റെ സമയമായപ്പോ ദആനി അബി മിനൽ ലൈലി, രാത്രി സമയത്ത് ഒരിക്കൽ എന്നെ എന്റെ ഉപ്പ വിളിച്ചു. ഫഖാല, രാത്രി സമയത്ത് ഉപ്പ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫി അവ്വലി മൻ യുഖ്തലു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സഹാബിമാരിൽ വെച്ച് ഒന്നാമത്തെ സഹാബിയായിക്കൊണ്ട് ഞാൻ എന്നെ കാണുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സഹാബിമാരിൽ വെച്ച് ഒന്നാമത്തെ സഹാബിയായിക്കൊണ്ട് ഞാൻ എന്നെ കാണുന്നുണ്ട്. ഇങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു പറയാൻ കാരണം, ഞാൻ നേരത്തെ വിശദീകരിച്ച മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ലാ അത്റുകു ബഅദി അഅസ്സ അലയ്യ മിൻക ഗൈറ നഫ്സി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഏറ്റവും യോഗ്യരായ ആളായിക്കൊണ്ട് മകനെ നിന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഫഇന്ന അലയ്യ ദൈന, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്. ഫഖ്ലി, ആ കടങ്ങൾ വീട്ടണം. വസ്തൗസി ബി അഖവാതിക ഖൈറ, നിന്റെ സഹോദരന്മാരാകുന്ന എന്റെ മക്കളോട് നന്മ നീ ഉപദേശിക്കുകയും ചെയ്യണം. ഫഅസ്ബഹന, അങ്ങനെ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോയി. ഫകാന അവ്വല ഖതീൽ, ഒന്നാമതായിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. വദുഫിന മഅഹു ആഖർ, മറ്റൊരു സഹാബിയെ കൂടി മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മറവ് ചെയ്തു. ആ മറ്റൊരു സഹാബി മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റ് ധാരാളം റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അത് അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് സഹാബിമാരും ദുന്യാവിൽ കൂട്ടുകാരാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾ ഒന്നിച്ച് മറവ് ചെയ്യണം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ ലം തതിബു നഫ്സി അൻ അത്റുകഹു മഅൽ ആഖിർ, പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞു എന്റെ ഉപ്പ ഒറ്റക്കൊരു ഖബറിലല്ലാതെ മറ്റൊരാളോടുകൂടി ഖബറിൽ കഴിയുന്നത് എനിക്കൊരു പ്രയാസം തോന്നി. അങ്ങനെ പ്രയാസം തോന്നിയപ്പോ ഫസ്തഖ്റജ്തുഹു ബഅദ 6 അശ്ഹുർ, 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഉപ്പാനെ ഖബറിൽ നിന്ന് പുറത്തെടുത്തു. ഫഇദൻ ഹുവ കയൗമി വളഅതുഹു ഹുനയ്യത ഗൈറ ഉദ്നിഹി, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 6 മാസത്തിന് ശേഷം എന്റെ ഉപ്പാനെ ഞാൻ ഖബറിൽ നിന്ന് പുറത്തെടുത്തപ്പോ മറവ് ചെയ്യപ്പെട്ട സമയത്ത് എന്താണോ എന്റെ ഉപ്പാന്റെ അവസ്ഥ, അതേ അവസ്ഥയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 6 മാസത്തിന് ശേഷമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് പുറത്തെടുക്കുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചെവിയുടെ ഒരു ഭാഗം മാത്രം അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കി മറവ് ചെയ്യപ്പെട്ട ആ ദിവസം എന്താണോ എന്റെ ഉപ്പാന്റെ അവസ്ഥ, അതേ അവസ്ഥയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഉഹദ് യുദ്ധം കഴിഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ നിന്ന് മാറ്റുന്നത്, രണ്ടാമതായിക്കൊണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഭൂമിക്കൽ അടിയിലൂടെ കിടങ്ങി കീറുന്ന ആ വിഷയം വന്നപ്പോ
മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നുകൊണ്ട് വിളംബരം ചെയ്തു, ഈ കിടങ്ങ് കൊണ്ടുപോകുന്ന ഈ ഭാഗത്ത് മറവ് ചെയ്യപ്പെട്ട ശുഹദാക്കന്മാരെ, ഷഹീദന്മാരെ നിങ്ങൾ മാറ്റി മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് മദീനയിൽ നിന്ന് മഹാന്മാരാകുന്ന ശുഹദാക്കന്മാരുടെ അഹ്ലുകാരും ബന്ധുക്കളൊക്കെ പോയി ഖബർ മാന്തിക്കൊണ്ട് മാറ്റി മറവ് ചെയ്യുകയും ചെയ്തു. സഹീഹായ ചരിത്രങ്ങളിലും റിപ്പോർട്ടുകളിലും കാണാം, അങ്ങനെ മാറ്റി ഖബർ മാന്തുന്ന സമയത്ത് ആയുധം ഒരു ഷഹീദിന്റെ കാലിൽ തട്ടുകയും ആ കാലിൽ തട്ടിയതോടുകൂടി ജീവനുള്ള ശരീരത്തിൽ മുറിവ് പറ്റിയാൽ എങ്ങനെയാണോ രക്തം പുറത്തു വരിക, ആ രൂപത്തിൽ രക്തം പുറത്തു വരികയും ചെയ്തു. അത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യ മയ്യിത്തായിരുന്നു എന്ന് ചരിത്രങ്ങളിലൊക്കെ കാണാം. ഇങ്ങനെ 40 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉപ്പയെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഖബറിൽ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഇമാം ശംഹൂദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ചരിത്രങ്ങളിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് പറ്റിയ സമയത്ത് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ആ മുറിവിൽ അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ചിരുന്നു. ഈ അമർത്തിപ്പിടിച്ച അവസ്ഥയിലായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഈ അവസ്ഥയിൽ തന്നെയാണ് മഹാനവറുകളെ മറവ് ചെയ്യുന്നതും. ഇങ്ങനെ രണ്ടാമത് ഖബർ മാന്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മകൻ ജാബിർ റളിയല്ലാഹു അൻഹു ഉപ്പയെ എടുത്ത സമയത്ത് ഉപ്പയുടെ മുഖത്തിന്റെ ഭാഗത്തുള്ള മുറിവിന്റെ ആ മുറിവ് ഇങ്ങനെ പൊത്തിപ്പിടിച്ച അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത്. ആ കൈയെടുത്തുകൊണ്ട് ശരിക്കു വെച്ചുകൊടുത്തു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അവരുടെ കൈയെടുക്കേണ്ട താമസം പഴയതുപോലെ മുമ്പ് ഏതൊരവസ്ഥയിലാണോ അവരുടെ കൈ കൊണ്ട് മുഖത്തുണ്ടായിരുന്ന മുറിവ് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരുന്നത് അതേ രൂപത്തിലേക്ക് വീണ്ടും കൈ മടങ്ങുകയും ആ മുഖത്തുള്ള മുറിവ് ഇങ്ങനെ അമർത്തിപ്പിടിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദിയുടെയും മറ്റും ചരിത്രങ്ങളിലൊക്കെ കാണാം, മുഖത്തു നിന്നും ആ കൈ മാറ്റിയപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ആ മുറിവിൽ നിന്ന് രക്തം പുറപ്പെട്ടിരുന്നു. ഇങ്ങനെ രക്തം പുറപ്പെടുന്നത് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു കൈ വിട്ടപ്പോ പഴയ അവസ്ഥയിൽ തന്നെ ആ കൈ ഇങ്ങനെ തന്നെ പോവുകയും മുറിവിന്റെ ഭാഗത്ത് കൈകൊണ്ട് ആ പഴയ രൂപത്തിൽ ആ മുറിവ് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരികയും ചെയ്തു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു, രണ്ടാമതായിക്കൊണ്ട് ഉപ്പയെ മറവ് ചെയ്യാൻ വേണ്ടി മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി ഖബർ മാന്തിയപ്പോ കഅന്നഹുമാ ദുഫിനാ ബിൽ അംസ്, ഉപ്പയെയും ഉപ്പയുടെ കൂട്ടുകാരനാകുന്ന അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഇന്നലെ മറവ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. ഇന്നലെ മറവ് ചെയ്യപ്പെട്ടതുപോലെയാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫവജത്തുഹു അലൻ നഹ്വില്ലദി ദഫൻതുഹു ലം യതഗയ്യർ ഇല്ലാ മാ ലം യദഉൽ ഖത്ൽ. യുദ്ധസമയത്ത് എന്തൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, മുറിവുകളും മറ്റ് ചതവുകളും പറ്റിയിട്ടുണ്ടോ, ആ മുറിവുകളും ചതവുകളും അല്ലാത്ത മറ്റൊന്നും ആ ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. യുദ്ധത്തിൽ പറ്റിയ മുറിവുകളും അതുപോലെ തന്നെ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് ഏറ്റ ആ അപകടങ്ങളും അല്ലാത്ത ഒന്നും മഹാനായ അംർ ഇബ്നു ജമൂഹിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുമാ ഇവരുടെയും ശരീരത്തിനേറ്റിയിരുന്നില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു, കഅന്നഹും നുവ്വമുൻ, ഈ രണ്ട് സഹാബിമാരും ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ പോലെയാണ്. ഫറഅയ്തു അബി ഫീ ഹുഫ്റതിഹി കഅന്നഹു നായിം, എന്റെ ഉപ്പായുടെ ഖബർ ഞാൻ തുറന്നു നോക്കുമ്പോൾ എന്റെ ഉപ്പ ഖബറിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഫാഹ അലൈഹിം റീഹുൽ മിസ്ക്, ഉപ്പയുടെ ഖബർ തുറന്നപ്പോ നല്ല സുഗന്ധം അടിച്ചു വീശി. പല ചരിത്രങ്ങളിലും കാണാം, മഹാന്മാരാകുന്ന അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെയും 40 വർഷങ്ങൾക്ക് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ ഖബറിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മറവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഷഹീദുമാരെയും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ അവരുടെ വിരിപ്പിൽ നിന്ന് അവരുടെ ഉമ്മമാരെ തോളിലിട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊരവസ്ഥയാണോ, ഇതേ അവസ്ഥയിലായിരുന്നു
ഈ സഹാബിമാരെ, ഈ ശുഹദാക്കളെ ഖബറിൽ നിന്ന് എടുത്തു മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നത്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ, വിരിപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കിടത്താൻ വേണ്ടി ഉമ്മമാര് വിരിപ്പിൽ നിന്ന് എടുത്ത് തോളിലിട്ട് കൊണ്ടുപോകുന്ന അതേ അവസ്ഥ, ഇതേ രീതിയിലായിരുന്നു 40 വർഷങ്ങൾക്ക് ശേഷം ഉഹദിലെ ശുഹദാക്കളെ ഖബർ മാറ്റാൻ വേണ്ടി കൊണ്ടുപോയിരുന്ന അവസ്ഥ. മൂന്നാമതായിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ ഖബർ മാറ്റിയിട്ടുണ്ട്. അത് 46 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. മഹാന്മാരാകുന്ന ഈ ശുഹദാക്കളെ മറവ് ചെയ്ത ഭാഗത്ത് അതിന്റെ അടുത്തുകൂടി മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ഇവരുടെ ഖബറിൽ നിന്ന് ഖബർ മൂടിയ മണ്ണൊക്കെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ഇങ്ങനെ ഇവരുടെ ആ പുണ്യ ശരീരങ്ങൾ പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് മഹാന്മാരാകുന്ന സഹാബിമാരൊക്കെ ആ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ ആ സ്ഥലത്തുള്ള ശുഹദാക്കന്മാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മറവ് ചെയ്തു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രണ്ടാമതായിക്കൊണ്ട് ഉണ്ടായത് അതേ രൂപത്തിൽ തന്നെ ഉപ്പയുടെ കൈ മുഖത്തുള്ള ആ മുറിവിൽ ഇങ്ങനെ അമർത്തി വെച്ചതുപോലെയാണ് മൂന്നാമതും എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ഉപ്പയുടെ കൈയെടുത്തുകൊണ്ട് ശരിക്കു വെച്ച് നോക്കി. ഉപ്പയുടെ കൈയെടുത്തുകൊണ്ട് ശരിക്കു വെച്ച് നോക്കിയപ്പോ രണ്ടാമത്തെ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട അതേ രൂപത്തിൽ തന്നെ മുറിവിൽ നിന്ന് രക്തം പുറപ്പെടുകയും ആ സമയത്ത് ഞാൻ കൈവിടുകയും കൈവിട്ടപ്പോ ആ കൈ തന്നെ മുറിവിന്റെ ആ ഭാഗത്ത് പോയിക്കൊണ്ട് ആ മുറിവിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ ഉപ്പയുടെ അവസ്ഥ എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഉപ്പയുടെ കൈ തന്നെ മുറിവിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ട് ആ മുറിവിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചപ്പോ ഫസക്കനദ്ദമു, മുറിവിലൂടെ പുറത്തേക്ക് വന്നിരുന്ന രക്തം എടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പയെ കഫൻ ചെയ്തിരുന്നത് ഒരു പുള്ളിപ്പുതപ്പിലും അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്തേക്ക് വസ്ത്രം തികയാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പുല്ല് ഉപയോഗിച്ചു കൊണ്ടുമാണ് ഉപ്പയെ കഫൻ ചെയ്തിരുന്നത്. ഉപ്പയുടെ കഫംപുട, തലയുടെ ഭാഗത്ത് മറക്കാൻ ഉപയോഗിച്ചിരുന്ന ആ പുള്ളി വസ്ത്രം, അതും ഒരു തകരാറുമില്ലാത്ത ഒരു അല്പം പോലും ഒരു കേടും വരാത്ത അവസ്ഥയിൽ ആ കഫംപുടവയും അതുപോലെ തന്നെ കാല് മറക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ പുല്ലും എനിക്ക് കാണാൻ സാധിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെയും അതുപോലെ തന്നെ ശുഹദാക്കളുടെയും ശരീരങ്ങൾ അല്ലാഹു തആല ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഭൂമി അതിനെ നശിപ്പിക്കുകയില്ല എന്ന് ഹദീസുകളിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. അതിന്റെ ഉദാഹരണങ്ങളാണ് നമുക്കിവിടൊക്കെ കാണാൻ സാധിക്കുന്നത്. ഖതീഅത്തിനെ പ്രവർത്തിക്കാത്ത, തെറ്റുകൾ പ്രവർത്തിക്കാത്ത സ്വാലിഹീങ്ങളുടെ മയ്യിത്തും അല്ലാഹു തആല ഭൂമിയിൽ സംരക്ഷിക്കും. ഇതും 5 വിഭാഗം ആളുകളിൽപ്പെട്ടവരാണല്ലോ. ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു അസദിൽ ബന്നാനി എന്ന താബിഈ പ്രമുഖൻ റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽപ്പെട്ട വലിയ ആബിദായിരുന്നു ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു അസദിൽ ബന്നാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ രാത്രി സമയത്ത് ഒരുപാട് നിസ്കരിക്കുകയും അങ്ങനെ അത്താഴത്തിനോട് അടുത്ത സമയമാകുമ്പോൾ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക അസ്സലാത ഫീ ഖബ്രിഹി, അല്ലാഹുവേ നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള അവസരം നീ നൽകുന്നെങ്കിൽ ആ അവസരം എനിക്ക് നൽകണേ. നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള അവസരം നീ നൽകുന്നെങ്കിൽ അതെനിക്ക് നൽകണമെന്ന് മഹാനായ സാബിത്ത് ഇബ്നു അസദിൽ ബന്നാനി റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽപ്പെട്ടവരാണ്, അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. രാത്രി സമയത്ത് നിസ്കരിക്കും. അത്താഴത്തിനോട് അടുത്ത സമയമാകുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേക ദുആയാണിത്. അല്ലാഹുവേ ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആ സ്വഭാവം നീ ആർക്കെങ്കിലും നൽകുന്നെങ്കിൽ അതെനിക്ക് നൽകണമെന്ന്. വലമ്മ മാത്താം, അങ്ങനെ മഹാനായ സാബിത്ത് ഇബ്നു അസ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. കാനന്നാസു യസ്മഊന മിൻ ഖബ്രിഹി തിലാവത്തുൽ ഖുർആൻ. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഫലമ്മ മാത വസവ്വ അലൈഹി ലബന, അവർ വഫാത്തായി, അവരെ മറവ് ചെയ്തു. അവരുടെ മൂടുകല്ലൊക്കെ ഇങ്ങനെ ക്ലിയറായി വെക്കുന്ന സമയത്ത് വഖഅത്ത് അലൈഹി ലബിനത്തുൻ,
ഒരു മൂടുകല്ല് പൊട്ടിക്കൊണ്ട് ഖബറിലേക്ക് വീണു. ഒരു മൂടുകല്ല് പൊട്ടിക്കൊണ്ട് ഖബറിലേക്ക് വീണപ്പോ ഫൈദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി. ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു അസ്ദ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുന്ന ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് കാണാൻ സാധിച്ചു, അവർ ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ദുആ, അവരുടെ പ്രാർത്ഥന രാത്രി സമയത്തൊക്കെ നിസ്കരിക്കും. അത്താഴത്തിനോടടുത്ത സമയമാകുമ്പോ പ്രത്യേകിച്ച് ദുആ ചെയ്യും, അല്ലാഹുവേ നീ ആർക്കെങ്കിലും ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുവാനുള്ള ആ അനുഗ്രഹം, ആ അവസ്ഥ നീ ആർക്കെങ്കിലും നൽകുന്നെങ്കിൽ അത് എനിക്ക് നൽകണേ എന്ന്. ഇങ്ങനെ അവർ വഫാത്തായി. അവരെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കല്ല് പൊട്ടിക്കൊണ്ട് താഴേക്ക് വീണ സന്ദർഭത്തിൽ അവരുടെ ആ മറവ് ചെയ്യൽ കർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് കാണാൻ സാധിച്ചു, ഫൈദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി. മഹാന്മാരാകുന്ന ചരിത്ര പണ്ഡിതന്മാർ അവരുടെ ചരിത്രത്തിന്റെ കിതാബുകളിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ അവരുടെ ചരിത്രത്തിന്റെ കിതാബുകളിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവർ ഖബറിൽ നിസ്കരിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല വലമ്മാ മാത കാനന്നാസു യസ്മഊന മിൻ ഖബരിഹി തിലാവത്തുൽ ഖുർആൻ. അവരെ മറവ് ചെയ്തതിനു ശേഷം പലപ്പോഴും അവരുടെ ഖബറിൽ നിന്ന് ഖുർആൻ പാരായണം പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമിയിൽ സംരക്ഷിക്കും. അതുപോലെ തന്നെ ശുഹദാഇന്റെ ശരീരം സംരക്ഷിക്കും. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുമാരുടെ ശരീരം അല്ലാഹു തആല ഭൂമിയിൽ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഹാമിലുൽ ഖുർആൻ ഹിഫ്ളാക്കിയവരുടെ ശരീരങ്ങളെയും അല്ലാഹു തആല സൂക്ഷിക്കും. അതുപോലെ ഖതീഅത്തിന് പ്രവർത്തിക്കാത്ത, തെറ്റുകൾ പ്രവർത്തിക്കാത്ത സാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ ശരീരവും അല്ലാഹു തആല ഭൂമിയിൽ സൂക്ഷിക്കും. ഇതിനൊക്കെ ഹദീസുകളുടെയും ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ തലതിരിഞ്ഞ വഹാബികളാൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ എല്ലാവരും ഒരുപോലെയാണ്, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, മരണത്തോടുകൂടി എല്ലാം പിന്നെ തീർന്നു, മരിച്ചാൽ കേൾക്കൂല, മരിച്ചവർക്കൊന്നും അറിയാൻ സാധിക്കൂല, അവർ നശിച്ചു പോകും എന്നൊക്കെ ഈ വഹാബി മണ്ടന്മാർ പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹദീസുകളുടെയും ഇങ്ങനെയുള്ള ചരിത്രങ്ങളുടെയും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങൾക്കും അതുപോലെ തന്നെ ഹാഫിളീങ്ങൾക്കും അതുപോലെ തന്നെ ശുഹദാക്കൾക്കും മുഅദ്ദിനുമാർക്കും അതിലുപരിയായി അമ്പിയാക്കന്മാർക്കും ബർസഖിയ ലോകത്ത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ഹദീസുകളെ കൊണ്ടും ചരിത്രങ്ങളെ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചു സമയം നമുക്ക് സംശയ നിവാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഒരുപാട് സമയം ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ശാരീരികമായി പ്രയാസമുണ്ട്. നല്ല ജലദോഷവും ചെറിയ ഒരു പനിയൊക്കെ ഉണ്ട്. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോ സഹോദരന്മാർക്ക് മനസ്സിലാകുന്നുണ്ടാകും. അതുകൊണ്ട് ഏതാനും സമയം നമുക്ക് സംശയ നിവാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. جزاك الله خير. الحمد لله. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ടിരിക്കുന്ന ക്ലാസ്. ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒരു രോമണേറ്റ് പോവുക. സ്വഹാബത്തിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഉസ്താദ് എനിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് ആണല്ലോ. അപ്പോ ഞാനങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഞാൻ കേട്ടത്. കബറ് മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് ഹംസ റളിയല്ലാഹുവിന്റെ കബറ് മാറ്റി സ്ഥാപിച്ചു എന്നും ആ സമയത്ത് ഹംസത്തിന്റെ ശരീരത്തില് വാള് തട്ടിയെന്നും രക്തം വന്നു എന്നും ഹംസ റളിയല്ലാഹുവിന്റെ പേര് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കേട്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴും ഹംസ റളിയല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞല്ലേ, ഹംസ റളിയല്ലാഹു ഇപ്പൊ ഉഹദിൽ ഇപ്പോ ഹംസ റളിയല്ലാഹുവിന്റെ ഖബറ് കാണുന്നത് ആ ഭാഗത്ത് തന്നെയാണല്ലോ. പിന്നെ അത് ഹംസത്തിന് ഒരു ഷഹീദായി അവിടുന്ന് മാറ്റിയിട്ടുണ്ടോ അതോ രണ്ടാമത് വീണ്ടും പൂർവ്വസ്ഥാനത്ത് തന്നെ മറവ് ചെയ്തോ
എന്താ അതൊന്ന് വിശദീകരിച്ച് തരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മൈക്കൽ റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔജസുൽ മസാലിക്കിൽ വിവരണം കാണാം. അതുപോലെ തന്നെ ഇമാം സുംഹൂദിയുടെ വഫാഉൽ വഫാ എന്ന ചരിത്ര കിതാബിലും വിവരണമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു തവണ മാറ്റിയിട്ടുണ്ട് എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരു തവണ മാറ്റിയിട്ടുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖനാത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുഹദാക്കന്മാരെ മാറ്റുന്ന സമയത്താണ്. ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇമാം സുംഹൂദിയുടെ അഭിപ്രായ പ്രകാരം ജബലുർ റുമാത്തിന്റെ തൊട്ട് താഴെയായിക്കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം മറവ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇന്ന് കാണുന്ന ഭാഗത്തേക്ക് മാറ്റി എന്നതാണ് ഇമാം സുംഹൂദി പ്രബലമാക്കുന്ന ചരിത്രം. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തായിക്കൊണ്ട് ഉഹുദിൽ ഷഹീദായ ശുഹദാക്കന്മാരല്ലാത്ത മറ്റ് പലരുടെയും ഖബറുകൾ പിന്നീട് വന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. ശുഹദാക്കന്മാരുടെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് പല കാലങ്ങളിലായിക്കൊണ്ട് പല സ്ഥലങ്ങളിലും മരണപ്പെടുന്ന താബിഈങ്ങളും അതുപോലെ തന്നെ താബിഈങ്ങളെയും എല്ലാം അവരുടെ ചുറ്റുഭാഗത്തായിക്കൊണ്ട് മറവ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് സുംഹൂദിയും അതുപോലെ തന്നെ ഔജസുൽ മസാലിക്കും മറ്റ് ചരിത്ര കിതാബുകളും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ജബറുർ റുമാത്തിന്റെ തൊട്ടു താഴെയായിക്കൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം മറവ് ചെയ്തു. പിന്നീട് ഇന്ന് കാണുന്ന ഭാഗത്തേക്ക് മാറ്റി സുംഹൂദി പ്രബലമാക്കുന്ന ചരിത്രപ്രകാരം. ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഔജസുൽ മസാലിക്ക് പറയുന്നു വ അസാബത്തിൽ മിസാഹത്തു ഖദമ ഹംസ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഇങ്ങനെ മിസാഹത്ത് ഈ മൺവെട്ടി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തട്ടി ഫംബഅസത്ത് ദമ, പെട്ടെന്ന് രക്തം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റി വരികയും ചെയ്തു. ഇങ്ങനെ കാണുന്നുണ്ട്. ഞാനിവിടെ അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബിമാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഞാൻ കൂടുതൽ വിവരിച്ചിട്ടുള്ളത്. ആ ചരിത്രം പറയാൻ തന്നെ കാരണം അല്ലാഹു തആല 5 വിഭാഗം ആളുകളെ ഖബറിൽ സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ 3 തവണ മാറ്റിയപ്പോഴും ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പാനെ ഞാൻ കൊണ്ടുപോയിരുന്നത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വിരിപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കടത്താൻ വേണ്ടി ഉമ്മമാർ കൊണ്ടുപോകുന്നത് പോലെ ഈ 3 തവണയും ഞാൻ എന്റെ തോളിൽ കിടത്തിക്കൊണ്ടാണ് കൊണ്ടുപോയത്. ശരീരത്തിന് ഒരു കേടും സംഭവിച്ചിരുന്നില്ല. മുഖത്തൊരു മുറിവ് പറ്റി. ആ മുറിവ് ഇങ്ങനെ പൊത്തിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു എന്റെ ഉപ്പ വഫാത്തായത്. ആ മുറിവിന്റെ ഭാഗത്തുനിന്ന് എന്റെ ഉപ്പാന്റെ കൈ ഞാൻ ശരിക്കു വെച്ചു കൊടുത്തപ്പോഴൊക്കെ ആ മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്നു. ഞാൻ കൈ വിടലോടുകൂടി ആ കൈ പൂർവ്വ രൂപത്തിൽ മുഖത്തുള്ള ആ മുറിവ് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ആ കൈ മുഖത്തുള്ള മുറിവിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ രക്തം നിൽക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ ശരീരത്തെ അല്ലാഹു തആല സംരക്ഷിക്കും. അത് ഭൂമിയുടെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ പുണ്യമാക്കപ്പെട്ട ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദിയുടെ വഫാഉൽ വഫയും അതുപോലെ തന്നെ ഔജസുൽ മസാലിക്ക് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് ഈ സംഭവം കൂടുതൽ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, ഉഹദ് ശുഹദാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ. നമുക്ക് ഈമാൻ അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. കേൾക്കുന്നുണ്ടോ?
ചോദിക്കുകയുണ്ടായി. ഖബറിൽ നമ്മൾ യാരം മൂടുന്നതിന്റെ തെളിവ്, അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഒരു സഹാബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അദ്ദേഹം ധരിച്ച ഒരു ഡ്രസ്സ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അത് ഒരിക്കലും ആ കാര്യത്തിന് തെളിവായി വരില്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹിയുടെ ആ ഡ്രസ്സ് ചോദിച്ചു എന്നതുകൊണ്ട് ഇത് യാറം മൂടുന്നതിന് തെളിവായി വരില്ല എന്ന് തോന്നി. അങ്ങനൊരു കാര്യം കേൾക്കാനിടയായി. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചത് നേരത്തെ നടന്ന മുഖാമുഖത്തിൽ ഉണ്ടായ ഒരു ചോദ്യവും അതിന്റെ മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയമാണ്. മുഖാമുഖത്തിൽ വന്ന ചോദ്യം എന്തായിരുന്നു എന്നും ആ ചോദ്യത്തിന് നമ്മുടെ ഉസ്താദുമാർ കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മുഖാമുഖത്തിൽ പറഞ്ഞ ചോദ്യം, അതിൽ വന്ന മറുപടി, ചോദ്യവും മറുപടിയും ഞാൻ കേൾക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ അവിടെ വിശദീകരിച്ച വിശദീകരണങ്ങൾ നാം മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റിദ്ധാരണകളോ വന്നതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ, ഉസ്താദ് കേട്ടിട്ടുണ്ട്. സൽമാൻ അസർ ഉസ്താദ് കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയുന്നുണ്ടോ? സൽമാൻ അസർ ഉസ്താദ് കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയുന്നപ്പോ ടെക്സ്റ്റ് അടിക്കണത് ഇല്ല, കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മുഖാമുഖത്തിൽ നടന്ന ചോദ്യം എന്താണെന്നും ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി എന്താണെന്നും ഞാൻ കേൾക്കാത്തതുകൊണ്ട് ആ ചോദ്യത്തിൽ വന്ന അതല്ലെങ്കിൽ ആ മറുപടി പറയുമ്പോ നമുക്ക് സംഭവിച്ച അശ്രദ്ധയോ അതല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ആയിരിക്കാം ഒരുപക്ഷെ ഈ സംശയത്തിന് കാരണം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന് മറുപടി പറയാം. അഥവാ ജാറം മൂടുക എന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. ജാറം മൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തു വരുന്നത്, എന്റെ അറിവിൽപ്പെട്ടത്, ഒരു പട്ട് തുണി, അത് യഥാർത്ഥ പട്ടൊന്നല്ല, ഒരു പച്ച കളറുള്ള അതല്ലെങ്കിൽ ചുവപ്പ് കളറുള്ള ഒരു തുണി വാങ്ങുകയും ആ തുണി വാങ്ങി അത് ഖബറിന്റെ മുകളിൽ, ആ വലിയിന്റെ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇടുകയും ചെയ്യും. ഇതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ജാറം മൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മക്ബറകളിലാവട്ടെ ഈ തുണി ഇങ്ങനെ ഖബറിന്റെ മുകളിൽ വിരിച്ച് അതിനുശേഷം ആ തുണി നമ്മുടെ ശരീരത്തിൽ വെച്ച് ഇങ്ങനെ തലോടും. ഇങ്ങനെയുള്ള രീതി. ഈ രണ്ട് രീതിയാണെങ്കിലും ഇത് ശറഇൽ അനുവദിക്കപ്പെട്ട രീതിയാണെന്ന് മാത്രമല്ല, ശറഅ് പ്രോത്സാഹിപ്പിച്ച കാര്യം കൂടിയാണ്. ഇതുകൊണ്ടൊക്കെ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട തബറുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട തബറുക്ക്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്, ഔലിയാവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്. ഈ ബർക്കത്താണ് ഈ ജാറം മൂടുക എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈ മഹാന്മാരുടെ ഖബറിന് മുകളിൽ വിരിച്ച ആ വിരിപ്പ് നമ്മുടെ ശരീരത്തിൽ വെച്ചിങ്ങനെ തലോടുമ്പോൾ ലഭിക്കുന്ന, അതിലൂടെ ലഭിക്കുന്ന ബറക്കത്ത്, ഈ ബറക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജാറം മൂടലിന്റെ താല്പര്യം. സഹോദരന് അവ്യക്തതയുണ്ടെങ്കിൽ വീണ്ടും മൈക്കിലേക്ക് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ഗഫൂർ അൻവരി ഉസ്താദ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ചോദിച്ച ചോദ്യം ഉസ്താദ് പറഞ്ഞ അതേ ആശയം തന്നെയാണ് ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ തബറുക്കിന്റെ ഒരു വിഷയമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നെ ഇർഫാനി ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ള മറുപടി വളരെ കൃത്യമാണ്. ഇത് തബറുക്കാണല്ലോ നമ്മുടെ ഉദ്ദേശം.
അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നല്ലൊരു വസ്ത്രം റസൂലുള്ളാഹിക്ക് കൊടുത്തു. ആ സമയത്ത് സഹാബിയുടെ പേരറിയില്ല, എല്ലാവരും കുറെ സഹാബത്തുള്ള ഇടയിൽ ഒരു സഹാബി ആ വസ്ത്രം റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലുള്ള ആ വസ്ത്രം മറ്റൊരു വസ്ത്രം എടുത്തുകൊണ്ട് ആ വസ്ത്രം ആ സ്ത്രീക്ക് നൽകിയെന്ന്, അല്ല ആ സഹാബിക്ക് നൽകി. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന സഹാബത്തൊക്കെ അതിൽ ചെറിയൊരു അമർഷം പ്രകടിപ്പിച്ചു, എന്തിനാ നിങ്ങൾ ചോദിച്ചു എന്നുള്ളത്. അപ്പൊ ആ സഹാബി പറഞ്ഞു, അതെന്റെ കഫൻ പിടയിൽ കഫൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാന്, അല്ലാതെ ഞാൻ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അത് ആ തബറുക്കിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ആ തബറുക്ക് നമുക്ക് വേണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അന്ന് പിന്നെ ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദും ഇപ്പൊ പറഞ്ഞ തബറുക്ക് തന്നെയാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ഉസ്താദ് അത് കേട്ടിട്ടില്ല എന്നത് കൊണ്ട് മാത്രം ഒന്ന് വിശദീകരിച്ചതാ. ഇപ്പൊ ഇതിന്റെ മൊത്തം ആശയം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇർഫാൻ ഉസ്താദ്, നമ്മള് മദീനത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ടാവണം. ഉസ്താദിനെ നമ്മളെ പിന്നെ നൂർശാലിയും ആണ് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉസ്താദ് മദീനത്ത് പോയ സമയത്ത് അവിടെ പിന്നെ അംർ ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കോട്ടയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോട്ട കാണിച്ചു തന്നിരുന്നു, ഒരു ബംഗ്ലാവ്. പക്ഷെ ഉസ്താദ് പോയി കണ്ടിട്ടുണ്ടാകേണ്ടതാണ്, എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ കുറെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, കാണാൻ കഴിയണില്ല. ഹദീസുകളും റാവിയുടെ കൂട്ടത്തിലും അംർ ബിൻ സുബൈർ ബിൻ അവ്വാമിനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ റാവിയുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നും സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഉസ്താദിന്റെ അറിവിൽ പെട്ടിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത് മദീനയെ കുറിച്ച്, മദീനന്റെ പഴയകാല ആ പ്രൗഢിയോടുള്ള മദീന ഇവരെ കൈ കിട്ടി ആകെ പൊളിച്ച് എറപ്പാക്കിയതിന് ശേഷമുള്ളതല്ല. ആ മദീനയുടെ പിന്നെ വ്യക്തമായ ചരിത്രം ഉള്ള നമുക്ക് നോക്കാൻ കഴിയുന്ന കിതാബുകൾ ഏതാൻ, അതൊന്ന് പറഞ്ഞു തരാണെങ്കിൽ വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പരാമർശിക്കപ്പെട്ട കോട്ട ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു കോട്ടയാണിത്. അൽഹംദുലില്ലാഹ്, മദീന മുനവ്വറ സന്ദർശിച്ച സമയത്ത് ആ കോട്ടയും അതുപോലെയുള്ള മറ്റ് പല ചരിത്ര സ്മാരകങ്ങളും കാണുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് ലഭിച്ചു. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ആ പുണ്യഭൂമികളെ സന്ദർശിക്കുവാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മക്കയിൽ നിന്നും അതുപോലെ തന്നെ മദീനയിൽ നിന്നും അനുഭവങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളുവാനും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായെ സൽക്കരിച്ച കോട്ടയാണത്. ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ആ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹായെ ഭക്ഷണത്തിന് വേണ്ടി സൽക്കരിക്കുകയും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വളമ്പിക്കൊടുത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കാതെ ചുമരിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചാരിക്കൊണ്ട് കരയുകയാണ്, തിരിഞ്ഞുകൊണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹായെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല, തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു, നിനക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല. ഇസ്ലാഹി, അതെ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി ഈ ടെക്സ്റ്റ് അടിക്കണ ഈ ധൈര്യത്തോടുകൂടി ഈ ഊക്കോടുകൂടി മൈക്കിലേക്കും വളരെ വിനയത്തോടുകൂടി വളരെ സൗഹാർദ്ദത്തോടുകൂടി പ്രിയപ്പെട്ട ഇസ്ലാഹിയോട് ഞാൻ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട ഇസ്ലാഹി എന്ന ഐഡിയുള്ള സഹോദരൻ മൈക്കിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പം മരിച്ചവരുടെ കേൾവിയെക്കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഒക്കെ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇസ്ലാഹി മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായെ സൽക്കരിച്ച കോട്ടയാണത്. ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കാതെ ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയും എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഓർത്തതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയും ചെയ്തു എന്ന പ്രസിദ്ധമായ ആ ചരിത്രം ഉൾക്കൊള്ളുന്ന കോട്ടയാണത്. മദീനത്ത് ചെന്നപ്പോ താരീഖുൽ മദീന എന്ന പേരിൽ പല ഗ്രന്ഥങ്ങളുമുണ്ട്. ഈ താരീഖുൽ മദീന എന്ന പേരിലുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ കോട്ടയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഒരു കിതാബിൽ, താരീഖുൽ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബിൽ ഈ കോട്ടയെക്കുറിച്ച് വിശദമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഏതാണ് ആ താരീഖുൽ മദീന എന്ന് ബഹുമാനപ്പെട്ട സൽമാൻ അസരി ഉസ്താദിന് ഞാൻ ആ കിതാബ് നോക്കി, ആരാണ് അതിന്റെ മുസന്നിഫ്, ഏതു പ്രസ്സാണ് അത് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ പ്രിയപ്പെട്ട അസരി ഉസ്താദിന് വേണമെങ്കിൽ ഞാൻ അറിയിച്ചു തരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രങ്ങളിലുണ്ട്. മാത്രമല്ല പിന്നെ ഉസുദുൽ ഖാബ പോലെയുള്ള, അതുപോലെ തന്നെ പിന്നെ ഇപ്പോ നമ്മള് ഷാമിലയിലൊക്കെ, മക്തബത്ത് ഷാമിലയിലൊക്കെ പിന്നെ ഉള്ള താരീഖുൽ മദീന, അതുപോലെ തന്നെ താരീഖുൽ മക്കത്തി വൽ മദീന പോലെയുള്ള പല കിതാബുകളിലും ഈ കോട്ടയെക്കുറിച്ചും ആ കോട്ടയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. താരീഖുൽ മദീന എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കിതാബിൽ തന്നെ അതിന്റെ ചരിത്രങ്ങളുണ്ട്. എന്നാൽ പല താരീഖുൽ മദീനയിലും ഈ സംഭവം കാണുന്നില്ല. അപ്പൊ ഏതാണ് ചരിത്രമുള്ള താരീഖുൽ മദീന എന്ന് ബഹുമാനപ്പെട്ട അസരി ഉസ്താദിന് ആ കിതാബ് നോക്കിയതിന് ശേഷം ഞാൻ അറിയിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇന്ന് കാണുന്ന ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് കാണുന്ന ആ വളച്ചു കെട്ടപ്പെട്ട ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട അഹദ് ശുഹദാക്കളിൽ ഏകദേശം എത്ര പേരുണ്ട്? എല്ലാവരും അവിടെ അടങ്ങിയിട്ടുണ്ടോ? ഇനി കൂടുതൽ ആളുകൾ മറ്റ് ഏതെങ്കിലും ഭാഗത്ത് മറവ് ചെയ്യപ്പെട്ടതായിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്രത്തിൽ ഗണ്യതമായി പറയാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഒരു തീർപ്പ് പറഞ്ഞു കാണുന്നില്ല. യുദ്ധത്തിന് ശേഷം 40-ാമത്തെ വർഷത്തിലും 46-ാം വർഷത്തിലും ശുഹദാക്കന്മാരെ മാറ്റുന്ന സാഹചര്യമുണ്ടായപ്പോൾ മദീനയിൽ വന്നുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പല ആളുകളും ഈ ശുഹദാക്കന്മാരുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകം അറിയിച്ചു, നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ശുഹദാക്കന്മാരെ ആ ഭാഗത്ത് മാറ്റണമെന്ന് അറിയിച്ചപ്പോ അവരവരുടെ കുടുംബക്കാരും ബന്ധക്കാരും ഉഹദിൽ പോയിക്കൊണ്ട് പല ശുഹദാക്കന്മാരെയും അവരെ മറവ് ചെയ്യപ്പെട്ട ഭാഗത്ത് മാറ്റി എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ സുംഹൂദി പറയുന്നത്, ചരിത്രത്തിൽ ഗണ്യതമായിക്കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യമാണ് എല്ലാ ശുഹദാക്കന്മാരും അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയം. ചരിത്രത്തിന്റെ കൂടുതലും പിൻബലം ഉഹദിൽ ഷഹീദായ മഹാന്മാരായ ശുഹദാക്കന്മാരെല്ലാവരും അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദിയെ പോലെയുള്ള, അതുപോലെ തന്നെ ഔജസുൽ മസാലിക് പോലെയുള്ള കിതാബുകളൊന്നും ഈ വിഷയത്തിൽ തീർപ്പ് പറയുന്നില്ല. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാവരും അവിടെ തന്നെയാണ് എന്നുള്ളതാണ്. എന്നാലും ഒരു സാധ്യത പല കിതാബുകളും പറയുന്നുണ്ട്. എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, നമ്മൾ ഇന്ന് മിക്ക മക്ബറകളിലും മക്കാമുകളിലുമൊക്കെ കാണുന്ന അവരുടെ അടുത്തൊക്കെ കെട്ടിത്തൂക്കപ്പെട്ട കൊടികൾ തലയിൽ വെച്ച് ബർക്കത്തെടുക്കുക, അവരുടെ ഖബറിന്റെ മുകളിൽ വിരിക്കപ്പെട്ട വിരിപ്പുകൾ തൊട്ടുമുത്തുക, അത് ശരീരത്തിൽ തൊട്ട് ബർക്കത്തെടുക്കുക എന്നിത്യാദി കാര്യങ്ങൾക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ അടിസ്ഥാനപരമായ ഏത് അവലംബത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അതൊക്കെ ചെയ്തു പോരുന്നത്? ഇത് പലർക്കും ഉള്ള സംശയമായതുകൊണ്ട് ഒരാൾ എനിക്ക് PM അടിച്ച് ചോദിച്ചതും കൂടിയാണ്. അതുകൊണ്ട് അതൊന്ന് വിശദീകരിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂ അഫീജിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറയേണ്ടതൊരു വിഷയമായിരുന്നു. ഇസ്ലാഹി ഒരു ടെക്സ്റ്റ് അടിച്ചു പോയിരുന്നു. ഇസ്ലാഹി ഇപ്പം നമ്മുടെ റൂമിലുണ്ടോ? ഇസ്ലാഹി ഒരു ടെക്സ്റ്റ് അടിച്ചു പോയിരുന്നു. മുമ്പൊരിക്കൽ ഇസ്ലാഹി വന്നിട്ട് സക്കരിയ സലാഹിയും കൂട്ടരും എവിടെ അത് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇസ്ലാഹും ലഘുലേഖയൊക്കെ വായിച്ചപ്പോ അദ്ദേഹം കണ്ട് മുങ്ങിയതായിരുന്നു. ഇസ്ലാഹി റൂമിലുണ്ടോ? ഇസ്ലാഹി റൂമിലുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം. ഇല്ല, മുങ്ങിയെന്നാ പറഞ്ഞത്. ശരി. മഹാന്മാരുടെ ഖബറിന് മുകളിൽ വിരിച്ചിട്ടുള്ള വിരികൾ തൊട്ടുമുത്തുക. ഖബറിന്റെ മുകളിൽ വിരിച്ച വിരികളെ തൊട്ടുമുത്തൽ. ഷാഫി മദ്ഹബ് പ്രകാരം നമ്മുടെ ഇമാമാർ രണ്ടു പക്ഷക്കാരാണ് ഈ വിഷയത്തിൽ. ഖബറുകൾക്ക് മുകളിൽ വിരിച്ച വിരി, ഖബറുകളുടെ മുകളിൽ ഇട്ടിട്ടുള്ള വിരി, ആ വിരികളെ തൊടുക, അതിനെ മുത്തുക പോലെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ രണ്ടു പക്ഷക്കാരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ അഭിപ്രായ പ്രകാരം ഖബറിനെ തൊട്ടുമുത്തലും ഖബറിന് മുകളിൽ വിരിച്ച വിരികളെ തൊട്ടുമുത്തലും കറാഹത്താണ്. എന്നാൽ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഔലിയാക്കന്മാരുടെ ഖബറുകളെയും ആ ഖബറുകളുടെ മുകളിൽ വിരിച്ചിട്ടുള്ള വിരികളെയും താലീം ഉദ്ദേശിച്ചുകൊണ്ട്, ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്താവുന്നതുമാകുന്നു. ഇതാണ് ഷാഫി മദ്ഹബിൽ ഇത് സംബന്ധമായിക്കൊണ്ടുള്ള വീക്ഷണം. തുഹഫ പോലെയുള്ള, ബിഗ്യ പോലെയുള്ള, അതുപോലെ തന്നെ ഷർഹുൽ മൻഹജ് പോലെയുള്ള കിതാബുകളൊക്കെ പരിശോധിച്ചാൽ ഈ രണ്ടഭിപ്രായങ്ങളും കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ സംസാരം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? ഉസ്താദെ, ഞാൻ ഒരു സംശയമാണ്, ഒരു മുജാഹിദ് പ്രവർത്തകൻ നമ്മോട് ചോദിച്ച ഒരു സംശയമാണ്. സംശയം മാത്രമല്ല, അതായത് പിന്നെ റൗള ഷരീഫിന്റെ കാര്യത്തിൽ അവര് പൊതുവെ നമ്മള് ഖബർ കെട്ടിപ്പോക്കുന്നതിനെ വിമർശിക്കുന്നവരാണ് അവര്. അപ്പോ ഈ വിഷയത്തിൽ അവര് പറഞ്ഞത്, പൊതുവെ ഇപ്പം ഒരു ഷെയ്ഖിന്റെ കൂടെ, ദുബായ് ഷെയ്ഖിന്റെ കൂടെ പോയ ഒരു സെക്രട്ടറി അങ്ങനെ അവർക്ക് റൗള ഷരീഫ് സന്ദർശിക്കാനും മാത്രമല്ല അത് തുറന്നു കാണിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുകയും അത് അവര് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിൽ നിന്നൊരു മണ്ണ്, അതായത് അവർ പറയുന്നത് അതിന്റെ ഉള്ളിലെ ഖബറായിട്ട് ഒന്നും കെട്ടിയ പുറത്ത് ഒരു കോമ്പൗണ്ട് ആയിട്ട് കെട്ടിയതാണ്. ഉള്ളില് വെറും മണ്ണ്, സാധാരണ മണ്ണ് പോലത്തെ ഒരു മണലും സാധാരണ നമ്മള് നിസ്സാരം ഒരു ഖബറിന് സാധാരണ ഉള്ള ആ ഉയരത്തിൽ മാത്രമേ ഖബറായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കൽ നിങ്ങൾ എങ്ങനെ റൗള ഷരീഫിൽ ഇല്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ അവര് പറയുന്നത് റൗള ഷരീഫിന്റെ അടുത്ത് ഹജ്ജിന് പോയ സമയത്ത് അവിടെ നിന്ന് ആൾക്കാര് കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. അതിനൊന്നും അവിടുത്തെ സെക്യൂരിറ്റി ഉള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോ എന്ത് തെളിവാണുള്ളത്? അവിടെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ അല്ലേ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്റെ ചോദ്യത്തിലുള്ളത്. ആദ്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാന്മാരാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഇരു ലോകവും വിജയിപ്പിക്കട്ടെ. അവരുടെ ആ പുണ്യ ഖബറുകൾക്ക് അരികിൽ അവിടെ വെച്ച് ദുആ ചെയ്യാനും സങ്കടം പറയാനും അവിടുത്തെ സെക്യൂരിറ്റിമാർ അനുവദിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു വിഷയം. ദീനിലൊരു കാര്യം നാം തീരുമാനിക്കുന്നത് മദീനത്തെ സെക്യൂരിറ്റിമാർ അനുവദിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. മദീനത്തെ സെക്യൂരിറ്റിക്കാർ അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് ദീനിലൊരു കാര്യം അനുവദിക്കപ്പെട്ട വിഷയമാകൂല. മദീനത്തുള്ള പോലീസുമാർ അനുവദിച്ചില്ല എന്നതുകൊണ്ട് ദീനിലൊരു കാര്യം വിരോധിക്കപ്പെട്ടതുമാകൂല. മദീനത്തെ പോലീസുമാർ അവരുടെ സെക്യൂരിറ്റികൾ അനുവദിച്ചോ ഇല്ലേ എന്നുള്ളത് ദീനിലൊരു കാര്യം അംഗീകരിക്കപ്പെടാനും എതിർക്കപ്പെടാനും മാനദണ്ഡമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ആവശ്യപ്പെടുക, അവിടത്തോട് സങ്കടം പറയുക, ഇമാം നബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല ഇമാമുമാരും അവരുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ച കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ തന്നെ 2 സഹാബിമാരും 2 ഖലീഫമാരും വിശ്രമിക്കുന്ന ആ ഹുജ്റത്തു ഷരീഫ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടങ്ങളെ സന്ദർശിക്കുവാനും ദുആ ചെയ്യുവാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അത് ഏറ്റവും മഹത്തായ സ്ഥലമാണല്ലോ. ഇവിടെ സഹോദരൻ ചോദിച്ചത്, ഒരു ഷെയ്ഖിന്റെ കൂടെ പോയ ആളുകൾ പറഞ്ഞ സംഗതി, ആ ഹുജ്റത്തു ഷരീഫ തുറക്കുകയും തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ വെറും ഖബറുകളായിക്കൊണ്ട് മാത്രമേ ഉള്ളൂ, സാധാരണയിൽ വ്യത്യസ്തമായിക്കൊണ്ടൊന്നുമില്ല എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരു ഖബർ, ആ പുണ്യമാക്കപ്പെട്ട ഖബർ, അതിന്റെ രൂപം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഹുജ്റത്തു ഷരീഫയിൽ ആ മഹത്വമാക്കപ്പെട്ട ഖബറുകൾ എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു ഷെയ്ഖിന്റെ കൂടെ പോയപ്പോ ഹുജ്റത്തു ഷരീഫയുടെ വാതിലുകൾ തുറക്കുകയും അതിന്റെ ഉള്ളിലേക്ക് കയറുകയും അപ്പൊ കാണാൻ കഴിഞ്ഞത് വെറും ഖബറുകൾ മാത്രമാകുന്നു എന്നുമാണല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹുജ്റത്തു ഷരീഫ അത് തുറന്ന് നോക്കി എന്ന് പറയപ്പെടുന്ന ഈ സംഭവം അതെന്നുണ്ടായ സംഭവമാണ്. ഒരു അറബ് ഷെയ്ഖിന്റെ കൂടെ പോയപ്പോൾ ആ ഹുജ്റത്തു ഷരീഫ തുറന്നു എന്നും അങ്ങനെ ഖബറിന്റെ യഥാർത്ഥ രൂപം കണ്ടു എന്നുമാണല്ലോ ഇവിടെ ഒരു സൂചിപ്പിക്കപ്പെട്ടത്. ഈ സംഭവം ഇതെന്നുണ്ടായ സംഭവമാണ്. ഹുജ്റത്തു ഷരീഫയുടെ കഴിഞ്ഞ വർഷം, പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ കഴിഞ്ഞ വർഷമോ അതിനു മുമ്പുള്ള വർഷങ്ങളോ ഒരുപാട് വർഷങ്ങളായി ആ ഹുജ്റത്തു ഷരീഫയുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും ആളുകൾ കടന്നതായോ അതിന്റെ ഡോറുകൾ തുറന്നതായോ ചരിത്രത്തിൽ രേഖയില്ല. ചരിത്രത്തിൽ രേഖയില്ലതിന്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ ശേഷമുള്ള താബിഈങ്ങളുടെയും കാലശേഷം എന്നാണ് ആ ഹുജ്റ തുറന്നിട്ടുള്ളത്, ആരാണ് ആ ഹുജ്റയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ അങ്ങനെ രേഖയില്ല. കഴിഞ്ഞ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ തുറന്ന് അതിലേക്ക് ആളുകൾ കയറി എന്നുള്ള വാർത്ത പച്ച കളവാണത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ട് എന്നുള്ളതിന് ഒരു രേഖയും ഉദ്ധരിക്കാൻ സാധിക്കൂല. പ്രിയപ്പെട്ട സഹോദരനെ കുറ്റപ്പെടുത്തുകയല്ല, പ്രിയപ്പെട്ട സഹോദരനോട് ഏതെങ്കിലും ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹോദരൻ ചോദിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദരന്റെ ശ്രദ്ധയിലേക്ക് ഉണർത്തട്ടെ, അങ്ങനെ സംഭവം കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലോ ഉണ്ടായിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹുജ്റത്തു ഷരീഫയിലേക്ക് ഏതെങ്കിലും ഭരണാധികാരികളോ ഷെയ്ഖുമാരോ അതിലേക്ക് പ്രവേശിച്ചതായിക്കൊണ്ട് ചരിത്രത്തിൽ ഒരു രേഖയുമില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവം കളവാണ്, ശരിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അബ്ദുള്ള രാജാവ് വരെ ചെന്നിട്ട് അവിടെ പുറത്തുനിന്ന് നാട് ദ്വാരന്ന് പോണക്കാണ്. സാധാരണ ആൾക്കാർ നിൽക്കുന്നിടത്ത് അല്ലെ, ഇവിടെ പത്രത്തിലൊക്കെ നിങ്ങളെ ഫോട്ടോ കണ്ടല്ലേ. എന്നിട്ട് പിന്നെ ഏതോ ഒരു ഷെയ്ഖ് അബ്ദുള്ള രാജാവിനേക്കാളെ വലിയൊരു ഷെയ്ഖൊന്നും ഇവർക്ക് തൽക്കാലപ്പല്ല. പിന്നെ മാത്രല്ല ചിലപ്പോ ഇരിക്കിന്റെ ഒരു തോന്നലുണ്ടാവും. ചിലപ്പോ ബാബുസലാമിന്റെ ആ വാതിൽ അവിടെ കയറിയിട്ടുണ്ടാവും. വന്ന ആൾക്ക് അത്രയൊക്കെ കഥ ഉണ്ടാവുള്ളൂ, കാരണം കൂടെ വന്ന ആൾക്ക്. അപ്പൊ ബാബുസലാമ് കയറിയ ആൾക്കാർ സാധാരണ നിൽക്കണേ. അവ പുറത്തുനിന്ന് ഇപ്പൊ അതിന്റെ ഉള്ളിൽ നോക്കിയാൽ ഇപ്പൊ അവിടെ ഒന്നും കാണാനില്ലല്ലോ. റസൂലുള്ളാഹിന്റെ റൗള ഷരീഫ് സത്യത്തിൽ ആ ഖബർ നിൽക്കുന്ന ആ ഭാഗം ഇവര് മറച്ചിട്ടുണ്ട്. ആൾക്കാരുടെ ദൃഷ്ടിപ്പെടാത്ത രൂപത്തിൽ അത് മറച്ചിട്ടുണ്ട് ഇവര്.
അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയണതൊക്കെ ആകാനാണ് സാധ്യത. ഇവിടെ അബ്ദുള്ള രാജാവ് വരെ അവിടെ പുറത്ത് നിന്നുകൊണ്ട് വേർന്ന് തിരിച്ചു പോന്നിക്കാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട ഉസ്താദ്, നല്ല വിഷയം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നല്ല, ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല വിഷയം. ചരിത്രപരമായി ഇത്തരം വിഷയങ്ങള്, ഒന്നാമത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഈ കിട്ടാനുള്ളൊരു പ്രയാസം, പിന്നെ സമയം, പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനെ ഏതൊരു കിതാബ് കിട്ടിയാൽ തന്നെ അത് വായിക്കാനും മനസ്സിലാക്കാനും ഒന്നും സാധിക്കൂലല്ലോ. ഏതായാലും ഈ ഒരു ചരിത്ര വിഷയം വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ഉസ്താദിനോടാണ് ഇതുപോലുള്ള ഈ ചരിത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് തുടർച്ചയായിട്ട് കുറച്ചു കാലം ഇങ്ങനെ കൊണ്ടുപോകണം. മറ്റുള്ള വിഷയങ്ങള് അതിൻ്റെതായുള്ള സമയങ്ങളിൽ ഇപ്പോ പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് വിഷയങ്ങൾ പലതും ചർച്ച ചെയ്യുമെങ്കിലും സാധാരണ ക്ലാസ്സായിട്ട് കുറച്ച് ക്ലാസ്സുകൾ, ഈ ചരിത്രപരമായ ക്ലാസ്സുകൾ കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. അള്ളാഹു തആല നൽകിയ വാഗ്ദാനങ്ങളെ അല്ലേ, ഇവ മനുഷ്യന്റെ ആ ശരീരം മണ്ണിനെ ഹറാമാക്കുക, അത് അള്ളാഹു തആല കൊടുത്ത വാഗ്ദാനമാണല്ലോ, അതിന് നടപ്പിലാക്കുകയാണല്ലോ. ഏതായാലും അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ നമുക്കൊക്കെ ഒരു ഈമാനൊക്കെ ഒരു വർധനവും ആത്മീയമായൊരു സുഖമൊക്കെ അങ്ങനെ കിട്ടുകയാണ്. ഏതായാലും ജസാക്കല്ലാഹു ഖൈർ. അള്ളാഹു തആല ഉസ്താദിന്റെ രോഗമൊക്കെ ശിഫയാക്കി പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ദീർഘകാലം നമുക്കൊക്കെ ക്ലാസ്സുകൾ എടുത്തു തരാനും ദീനീ ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇനി ഉസ്താദിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. മൈ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ സുഹൃത്ത് വീണ്ടും റൈസാൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓപ്പൺ ഹാർട്ടിന്റെ ശേഷം ആരും റൈസാൻ ചെയ്യണ്ട, ഉസ്താദിന് സുഖമില്ല എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഉസ്താദിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. മൈക്ക് റിലീസ്. ആ സഹോദരൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയുള്ള ചോദ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടി പരിഗണിക്കാം. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഉസ്താദുമാരെ, ദയവ് ചെയ്തിട്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ വിശ്വാസക്കാരനുമല്ല. എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുഖേന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കളവ് പ്രചരിപ്പിക്കുന്നതിന് അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാൻ പിന്നെ അതിന് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഉസ്താദുമാരെ പ്രാർത്ഥിക്കണം. പക്ഷെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു സലാമയാണോ അല്ലെങ്കിൽ അതാ പിന്നെ എന്താ ഉജ്ജർ ഉസ്താദ് പറഞ്ഞല്ലോ, ആ ഒരു അതാണോ ഇന്ന് എനിക്കറിയില്ല. അവര് ഇത് വാദിക്കാൻ വേണ്ടി കളവ് പറഞ്ഞാണ്. പക്ഷെ ഈ പോയ സംഗതി അവര് പിന്നെ ഇതിൽ സുന്നി ഈ ആശയക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ മണ്ണ് കയ്യില് എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സംശയം തീർക്കാൻ വേണ്ടി അവരിങ്ങനെ പറഞ്ഞ് വാദിക്കുമ്പോ നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിച്ചത്. അപ്പൊ അവര് സത്യം മനസ്സിലാക്കി തന്നതിൽ സന്തോഷം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറാക്കി തരട്ടെ. ഞാൻ വാക്കം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കലും സഹോദരനെ കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണയില്ല. ഞാൻ എന്റെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു, ഏതോ ഒരു വഹാബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സഹോദരൻ ചോദിക്കുന്നത് എന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ വഹാബികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് പ്രമാണങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് ചരിത്രപരമായ വസ്തുതകളെ കൊണ്ടോ അവരുടെ ആശയങ്ങളെ അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കൂല. അവരുടെ ആശയങ്ങൾ അവർ ആകെ സംരക്ഷിക്കുന്നത് വെറും കള്ളത്തരങ്ങളെ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ഷരീഫ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും തുറന്നതായിക്കൊണ്ട് ചരിത്രത്തിൽ ഒരു രേഖയിലുമില്ല. മാത്രല്ല ഇവിടെ ഏറ്റവും പിന്നെ ഈ ഇവിടെ പറയപ്പെട്ട വിഷയത്തിൽ അത് ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ ഹുജറത്തു ഷരീഫയിലേക്ക് കടക്കുകയും അവിടെ നിന്ന് മണ്ണെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മദീനയുടെ സൗദി അറേബ്യയുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. ജന്നത്തുൽ ബഖീയിലേക്ക് പോയിക്കൊണ്ട് ആരെങ്കിലും ആ നിലത്തൊന്ന് ഇങ്ങനെ കുമ്പെടുക്കുമ്പോഴേക്ക് തന്നെ ഒരു പക്ഷേ വീണ മൊബൈലോ അതല്ലെങ്കിൽ പേനയോ മറ്റോ എടുക്കാൻ വേണ്ടി കുമ്പിട്ടതാണെങ്കിൽ പോലും അത് മണ്ണെടുക്കാനാണോ എന്ന് കരുതിക്കൊണ്ട് അവിടെയുള്ള പോലീസുമാരും സെക്യൂരിറ്റിക്കാരും ആക്ഷേപിക്കുന്നതും അതേപോലെ എതിർക്കുന്നതും കാണാൻ സാധിക്കും. ഇതാണ് മദീനയുടെ അവസ്ഥ.
എന്നിട്ട് പിന്നെ ഹുജ്റത്തു ഷരീഫയിലേക്ക് കടന്നുകൊണ്ട് അവിടുന്ന് മണ്ണെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. മദീനയുടെ നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് അതൊരിക്കലും ശരിയല്ലത്. ഒരിക്കലും അങ്ങനെ ഈ അവസ്ഥ വെച്ചുകൊണ്ട് അവിടെ സംഭവിക്കൂല. മാത്രമല്ല, ഹുജ്റത്തു ഷരീഫയുടെ വാതിൽ തുറന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുന്നില്ല, ഈ അടുത്ത കാലത്തൊന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരനെ ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല. ഏതോ ഒരു വഹാബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഹാബിസത്തിന്റെ സർവ്വ ഫിത്തനകളിൽ നിന്നും നമ്മയും നമ്മുടെ സഹോദരന്മാരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സമയങ്ങളിൽ വീണ്ടും നമുക്ക് ഒത്തുകൂടാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.